യെസ്. അപ്പോൾ ഗൈസ്, ഒരുപാട് പേരുടെ ഡൗട്ടാണ് OnePlus 15 എടുക്കണോ, iQ15 എടുക്കണോ, Vivo X300 എടുക്കണോ, അതോ Oppo Find X9 എടുക്കണോ എന്നുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് ആണ് ഇത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് ഗെയിമിങ്ങിന് ഏത് ബെസ്റ്റ്, ക്യാമറയ്ക്ക് ഏത് ബെസ്റ്റ്, ഇത് രണ്ടും കൂടെ ഒത്തുപോണ ഫോൺ ഏതാണ്, അങ്ങനെ ഒരുപാട് ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ തന്നെ അതറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ A to Z സ്പെക്ക് വൈസ് ഡിസ്കസ് ചെയ്ത്, അതായത് ഇമ്പോർട്ടൻസ് സ്പെക്ക് വൈസ് ഡിസ്കസ് ചെയ്ത് ഒരു കൺക്ലൂഷനിലെത്താം. അപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ കംപ്ലീറ്റ് കൺഫ്യൂഷനും മാറി കിട്ടും. അപ്പോൾ വെൽക്കം ബാക്ക് ടു 19 Day. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൻ്റെ സ്പെക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും റിവ്യൂ ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്പെക്കും വലിച്ചുകാരി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ട് വേണ്ട കുറച്ച് സ്പെക്കുകളുണ്ട്, അതിൻ്റെ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പോൾ പ്രൊസസ്സർ, ഡിസ്പ്ലേ, ബാറ്ററി, അതേപോലുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഗെയിമിങ്ങിന് ആർക്കൊക്കെ ഏത് ഫോൺ വേണം, ക്യാമറയ്ക്ക് ആർക്കൊക്കെ ഏത് ഫോൺ വേണമെന്ന് അങ്ങനെ തീരുമാനിക്കാം. അല്ലാതെ വെറുതെ സ്പെക്ക് ഇങ്ങനെ വാരി വലിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റിയ രണ്ട് ഫോണുകളാണ് ഐഫോണും പിന്നെ നമ്മളെ സാംസങ് S25. സാംസങ് S25 തൽക്കാലം ഞാൻ മാറ്റി നിർത്തുകയാണ്. കാരണം എനിക്ക് കുറച്ചുകൂടെ ക്ലാസിഫിക്കേഷൻ വരുത്താൻ പറ്റിയ ഫോണുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ 4 ഫോണുകളും. പിന്നെ അതിൽ ഇല്ലാത്ത കുറച്ച് അധികം ഫീച്ചേഴ്സ് ഈ ഫോൺസിൽ ലോഡഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ S25 മാറ്റി നിർത്തിയത്. പിന്നെ ഐഫോണിനെ കുറിച്ച് ഒരു വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ എളുപ്പമായിട്ടാണ് ഈ 4 ഫോൺസ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചിപ്സെറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. iQ15ലും OnePlus 15ലും വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്രോസസ്സറാണ്. അതായത് കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്രോസസ്സറാണ് ഇതിൽ രണ്ടിലും വരുന്നത്. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്സെറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത് തന്നെ ഹൈ എൻഡ് പെർഫോമൻസിന് വേണ്ടിയാണ് ഈ ചിപ്സെറ്റ് ലോഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ്ങിനും ഗെയിമിങ്ങിനും ഹൈ എൻഡ് പെർഫോമൻസിനുമാണ് ഈ 8 Elite Gen 5 എന്നുള്ള പ്രോസസ്സർ ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെ വെല്ലാൻ ഇനി ഒരു പ്രോസസ്സർ ആൻഡ്രോയിഡിലില്ല. ഇതാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ആൻഡ്രോയിഡുകളിൽ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് വരുന്ന ചിപ്സെറ്റ്. അപ്പോൾ അതിലൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ ഗെയിമിങ്ങിനും ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഹൈ എൻഡ് മൾട്ടി ടാസ്കിനും ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് മറ്റേ Vivo S300ഉം Oppo Find X9 എടുത്ത് അതിൽ സെയിം ചിപ്സെറ്റ് ആണ് വരുന്നത്. മീഡിയടെക്കിൻ്റെ Dimensity 9500 ചിപ്സെറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിപ്സെറ്റ് വന്നിട്ട് എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു ചിപ്സെറ്റ് ആയിട്ടാണ്. മറ്റേത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ ഇതിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണെന്ന് വെച്ചാൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. എന്നാൽ ഇതിൻ്റെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്ന ബാറ്ററി സേവിങ്ങിനാണ്. കമ്പാരിറ്റീവ്ലി ടു iQ15 കുറച്ച് പെർഫോമൻസിൽ കുറച്ച് ബാലൻസ് ആണെങ്കിലും മൾട്ടി ടാസ്കിങ് പോസിബിൾ ആണ്. ഇതിൽ ഒരു ഓൾറൗണ്ടർ ചിപ്സെറ്റ് ആയിട്ടാണ് മീഡിയടെക്കിൻ്റെ Dimensity 9500 വരുന്നത്. നെക്സ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ iQ15ലും OnePlus 15ലും വരുന്നത് LTPO AMOLED LED ഡിസ്പ്ലേ വിത്ത് HDR10+ സപ്പോർട്ടും ഡോൾബി വിഷൻ സപ്പോർട്ടും ഉണ്ട്. അതേപോലെ റിഫ്രഷ് റേറ്റ് വന്നിട്ട് iQ15ൻ്റെ അകത്ത് 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതേപോലെ OnePlus 15ൻ്റെ അകത്ത് വരുന്നത് 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഗെയിമിങ്ങിന് കുറച്ചുകൂടി കേപ്പബിളായിട്ട് പ്ലേ ചെയ്യാൻ പറ്റിയത് OnePlus 15 ആയിരിക്കും. പക്ഷേ OnePlus 15 iQ15 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂ OnePlus 15ൻ്റെ അകത്ത് കൂടുതലാണെന്ന് ചെറിയ റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ IP68 69 വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി iQ15 69K സപ്പോർട്ട് OnePlus 15 ഉണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ HBM വന്നിട്ട് കൂടുതൽ iQ15 ആയിരിക്കും. അതായത് 2600 നിറ്റ്സിൻ്റെ HBM ആണുള്ളത് iQ15. 1800 നിറ്റ്സിൻ്റെ HBM ആണ് OnePlus 15 ഉള്ളത്. ഇതിൽ സൺലൈറ്റിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് iQ15 ആയിരിക്കും. കാരണം HBM കൂടുതൽ iQ15 ആണ്. അടുത്തതായിട്ട് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ക്വാളിറ്റിയാണ് 2K റെസൊല്യൂഷൻ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് iQ15ൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുറച്ചുകൂടെ കളർ എൻഹാൻസ് ചെയ്ത് ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് വിഷ്വലി ഒന്ന് കാണിക്കാനാണ് 2K റെസൊല്യൂഷൻ iQയിൽ കൊടുത്തേക്കുന്നത്. ഇത് OnePlus 15ൻ്റെ അകത്ത് വരുന്നില്ല. എന്നാലും മികച്ച ക്വാളിറ്റി OnePlus 15ൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ബാലൻസ് ചെയ്തൊരു യൂസർ ഇൻ്റർഫേസ് ആണ് OnePlus 15ൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അതായത് നല്ല ഫ്ലൂയിഡിറ്റി, നമുക്ക് സ്ക്രോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലൂയിഡായിട്ട് ഒരു ഒഴുക്കൻ മട്ടിൽ നല്ല ഒരു ഫ്ലൂയിഡിറ്റി രീതിയിൽ ഉള്ള ഒരു നല്ല ക്വാളിറ്റി ഓറിയൻറ്റഡ് ഡിസ്പ്ലേ തന്നെയാണ്
OnePlus 15 അകത്തും വരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് വിവോ S300 ഡിസ്പ്ലേ നോക്കാനായിട്ട് LTPO AMOLED LED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അൾട്രാ ഇമേജിൻ്റെ സപ്പോർട്ടുണ്ട്, അതേപോലെ HDR10+ സപ്പോർട്ടുണ്ട്. ഇതിൽ പറയാനാണെങ്കിൽ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് ഇതിൽ വരുന്നില്ല. എന്നിരുന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. IP68-69 റേറ്റിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം പ്രൊട്ടക്ഷൻ ലെയറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് H300 ഡിസ്പ്ലേ. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്തേക്കുന്ന ഫോണായതുകൊണ്ട് സൺലൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വിസിബിളാണ്. അപ്പോൾ ഓപ്പോ Find X9 ഡിസ്പ്ലേ വരുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന IP68-69 വാട്ടർ റെസിസ്റ്റൻസ്, ഡസ്റ്റ് റെസിസ്റ്റൻസ് വരുന്ന AMOLED LED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ LTPO ഡിസ്പ്ലേ വരുന്നില്ല. പക്ഷേ HDR10+ൻ്റെ സപ്പോർട്ടുണ്ട്, അതേപോലെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം ലെയർ പ്രൊട്ടക്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ വരുന്നത് ക്രോമിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനാണ് വരുന്നത്. പിന്നെ 1800 നിറ്റ്സിൻ്റെ HBM സപ്പോർട്ടാണ് വരുന്നത്. മറ്റ് ഫോണിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ OnePlusനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. സൺലൈറ്റിലൊക്കെ കുറച്ച് നിറ്റ്സ് കുറവായിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നത്. ഓൾ ഇൻ ഓൾ ഇതിൽ എല്ലാ ഡിസ്പ്ലേയും അത്യാവശ്യം നല്ല ക്യാപ്പബിലിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഗെയിമിംഗ് വൈസ് ഇത് ഡിഫറൻസ് വരും, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ അടുത്തതായിട്ട് ബാറ്ററി വന്നിട്ട് OnePlus 15 7300 mAh ബാറ്ററിയിൽ 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൽ 50 വാട്ട് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. അതേപോലെ iQ15 പോയാൽ 7000 mAh ബാറ്ററിയിൽ 100 വാട്ട് വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങും 40 വാട്ട് വയർലെസ്സും ചാർജിങ്ങും വരുന്നുണ്ട്. പിന്നെ വിവോ S300 പോയാൽ 6040 mAh ബാറ്ററി 90 വാട്ട് വയേർഡ് ചാർജിങ് വരുന്നുണ്ട്, 40 വാട്ട് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. അതേപോലെ ഓപ്പോ Find X9 പോയി കഴിഞ്ഞാൽ ബാറ്ററി 7025 mAh ബാറ്ററി വരുന്നുണ്ട്, അതേപോലെ 80 വാട്ട് വയേർഡ് വരുന്നുണ്ട്, 50 വാട്ട് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും മികച്ച ബാറ്ററിയിൽ നിൽക്കുന്നത് OnePlus 15 തന്നെയാണ്. കാരണം 7300 mAh ബാറ്ററിയാണ് OnePlus 15 വരുന്നത്. അടുത്തതായിട്ട് മെയിനായിട്ട് നമുക്ക് ക്യാമറയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ OnePlus 15 വരുന്നത് ട്രിപ്പിൾ ക്യാമറയാണ്. അതിൽ 50 MB വൈഡ് വരുന്നുണ്ട്, 50 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് 3.5x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്, 50 MB അൾട്രാ വൈഡ് ക്യാമും വരുന്നുണ്ട്. അതിൽ തന്നെ 8K 30 FPS OnePlus 15 അകത്ത് റെക്കോർഡിങ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാം വന്നിട്ട് 32 MB 21mm വൈഡ് ക്യാമാണ് വരുന്നത്. പിന്നെ iQ15 അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ട്രിപ്പിൾ ക്യാമറ തന്നെയാണ് വരുന്നത്. 50 MB വൈഡ്, 50 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം. OnePlus 15 3.5 ആണെങ്കിൽ ഇവിടെ 3x ഒപ്റ്റിക്കൽ സൂമാണ് വരുന്നത്. 50 MB അൾട്രാ വൈഡും വരുന്നുണ്ട്. പിന്നെ 8K at 30 FPS ഷൂട്ടിങ്ങും വരുന്നുണ്ട്. പിന്നെ 32 MB തന്നെ ഫ്രണ്ട് ക്യാമും വരുന്നുണ്ട്. അതായത് നമ്മുടെ ക്യാമറ കിങ് വിവോ X300 ആണ്. 200 MB മെയിൻ ക്യാമറ, 50 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്, 50 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ വരുന്നുണ്ട്, 3x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 4K at 120 FPS ഷൂട്ടിങ് നമുക്ക് ബാക്ക് ക്യാമിൽ നടക്കും. ഫ്രണ്ട് ക്യാം വന്നിട്ട് 4K at 60 FPS. ബട്ട് മറ്റ് ഫോൺസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 32 MB അല്ല, ഇവിടെ 50 MB ക്യാമ വരുന്നുണ്ട്. മോർ എടുത്തു പറയാനായിട്ട് സെയ്സിൻ്റെ ഒപ്റ്റിക്സ് ലെൻസിൻ്റെ കൊലാബറേഷൻ ഇവിടെ വരുന്നുണ്ട്. അടുത്തായിട്ട് ഓപ്പോ Find X9 നോക്കാനാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് ഇവിടെ വരുന്നത്. 50 MB മെയിൻ ക്യാമറ വരുന്നു, 50 MB അൾട്രാ വൈഡ്, 50 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. അതേപോലെ 4K at 120 FPS ഷൂട്ടിംഗ് തന്നെയാണ് ഇവിടെ വരുന്നത്. 4K at 60 FPS ഫ്രണ്ട് ക്യാം വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാം വരുന്നത് 32 MB ആണ്. ഇവിടെ നമുക്ക് ലോഗ് ഷൂട്ടിംഗ് ഒക്കെ ഓപ്പോ Find X9 അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താം. നല്ല ഗെയിമിംഗ് ഫോൺ ഏതാണ്, നല്ല ക്യാമറ ഫോൺ ഏതാണ്, ഇത് രണ്ടും കൂടെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഫോൺ ഏതാണെന്നൊക്കെ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താം. അപ്പോൾ നല്ല ബെസ്റ്റ് ഒരു ക്യാമറ ഫോൺ എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫിക്കാണ് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിവോ X300 പോവുക. അതേപോലെ ഓപ്പോ Find X9 നല്ല അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോണാണ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ വിവോ X300 ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കുക. അതേപോലെ ഓപ്പോ Find X9 പ്രാധാന്യം കൊടുക്കുക. ഇനി വീഡിയോ ക്വാളിറ്റി നോക്കാനാണെങ്കിൽ വിവോ X300 ഈ OnePlusനും iQനും ഒക്കെ ഒരേ രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റി തന്നെയാണുള്ളത്. ഓപ്പോ Find X9 ഏകദേശം ഒരേ വീഡിയോ ക്വാളിറ്റിയാണുള്ളത്. പക്ഷേ ഈ ഫോട്ടോഗ്രാഫിയിലോട്ട് മാറുമ്പോൾ ഇതിൻ്റെ AI പ്രോസസ്സിംഗ് ഒക്കെ ഡിഫറൻസ് ഉണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വിവോ X300 ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് ഫോണാണ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്യുന്നത്, OnePlus 15 iQ15. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗെയിമിങ്ങിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ചിപ്സെറ്റ് തന്നെയാണ് രണ്ടും അതിന് പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്സെറ്റ് OnePlus 15 iQ15 ഇരിക്കുന്ന ചിപ്സെറ്റ് തന്നെയാണ്. ഇതിൽ
രണ്ടിലും ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഗെയിമിങ്ങിന് മാത്രം ഫോക്കസ് ചെയ്ത് എടുക്കുന്നവർ iQ15 പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറിച്ച് ഗെയിമിങ്ങിനും ക്യാമറയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ OnePlus 15 പോകണം എന്നാണ് ഒരു അഭിപ്രായം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗെയിമിങ്ങിൽ 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് OnePlusൽ വരുന്നുണ്ട്. മാത്രമല്ല അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണാണ് OnePlus 15. ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ ഏത് ഫോൺ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഗെയിമിങ്ങിന് വേണ്ടി ഞാൻ എടുക്കുന്നെങ്കിൽ ഞാൻ OnePlus യൂസ് ചെയ്യും. കാരണം എനിക്ക് ഫോട്ടോഗ്രാഫി കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏത് ഫോണ് ഞാൻ ചൂസ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ OnePlus 15 ചൂസ് ചെയ്യും. കാര്യം എനിക്കിതിൻ്റെ ഡിസൈൻ കുറച്ചുകൂടി ഫേവറേറ്റ് ആണ്. കാരണം അത്ര ഫിറ്റ് ആൻഡ് ഫിനിഷിൽ നല്ല ഒരു വെറൈറ്റി ഡിസൈനാണ്. മറ്റേ വിവോ X300 എടുത്താലും iQ15 എടുത്താലും നമ്മൾ എവിടെയൊക്കെയോ കണ്ടു മറന്ന ഡിസൈൻ. കാരണം അത്ര അറ്റൻഷൻ കാണത്തില്ല. കാരണം OnePlus 15 ഒരു വെറൈറ്റി ഒരു ഡിസൈനുണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ ലുക്ക് ചെയ്യുമ്പോൾ ഈ വിവോ X300 നമ്മൾ ഈ ഡിസൈൻ ഒരുപാട് കണ്ടു പറഞ്ഞ ഡിസൈനാണ്. ആർക്കും ഒരു പ്രത്യേക അറ്റൻഷൻ ഫീൽ ചെയ്യത്തില്ല. ഗെയിമിങ്ങിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ iQ15 പോവുക. ഗെയിമിംഗ് പ്ലസ് ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ OnePlus 15 ചൂസ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ക്യാമറയ്ക്ക് മാത്രമാണെങ്കിൽ ഗെയിമിംഗ് ഒരു മോഡറേറ്റ് ലെവലിൽ കൊണ്ടുപോകണമെന്നാണെങ്കിൽ വിവോ X300 ഓപ്പോ Find X9 ചൂസ് ചെയ്യാം. ഇത് രണ്ടും ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു മീഡിയം ലെവലിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഫോണാണ് ഈ രണ്ടും, വിവോ X300 ഓപ്പോ Find X9. നല്ല ബാലൻസ്ഡ് ആയിട്ട് എവറിഡേ യൂസിന് പറ്റിയ രണ്ട് മോഡൽസാണ് S300 Find X9. അതേപോലെ മൾട്ടി ടാസ്കിങ്ങിനും നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡുമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ OnePlus 15 iQ15 അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഇതിൻ്റെ കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റിയ മോഡൽസാണ് ഐഫോൺസ്. അപ്പോൾ ഐഫോൺ എടുക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. അപ്പോൾ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ഐഫോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ iPhone 17 ഇതിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫോണാണ്. പിന്നെ എടുത്തു പറയേണ്ടത് അതിൻ്റെ ക്യാമറ സെറ്റിങ്സ് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളിൻ്റെ കിട്ടിയ അത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ തന്നെയാണ് iPhone 17 അകത്തൊക്കെ വരുന്നത്. ഐഫോണിൻ്റെ അകത്ത് AI ഫെസിലിറ്റീസ് ഒന്നും അത്രയ്ക്ക് വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതും കൂടെ ഇതിനകത്ത് വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുമായിരുന്നു. പിന്നെ ഗെയിമിങ്ങിനാണെങ്കിൽ ഐഫോൺ ബെസ്റ്റ് ഇൻ ദി സെഗ്മെൻ്റാണ്. പിന്നെ ആകെ ഉള്ള പോരായ്മകളെന്ന് പറഞ്ഞാൽ ഈ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. പിന്നെ mAh ഇപ്പോഴും കുറച്ചാണ് കൊടുക്കുന്നത്. അതേപോലെ ഇപ്പോൾ 120 Hz റിഫ്രഷ് റേറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. മറ്റേത് 60 Hz ആയിരുന്നു, അതും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ഒരു ഓൾറൗണ്ടറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഫോണ് iPhone 17 തന്നെയാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും മെയിനായിട്ട് എടുത്ത് പറയാനാണെങ്കിൽ ഈ ഫോണിനൊന്നും ഇല്ലാത്തൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റിയാണ്. ഇപ്പോഴും iPhone XR ഒക്കെ ഉപയോഗിക്കുന്നവരെ എനിക്കറിയാം. iPhone 11, iPhone 12 ഇതൊക്കെ ബെസ്റ്റാണ്. ആകെ ചീത്തപ്പേര് കേട്ട ഒരു ഫോണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ട ഫോണാണ് iPhone 13 എൻ്റെ കയ്യിലിരിക്കുന്നത്. പക്ഷേ ഇതെനിക്ക് ഇപ്പോഴും ഒരു ഇഷ്യൂ ഇല്ലാതെ ഞാൻ ഉപയോഗിക്കുന്നു. ഞാൻ എല്ലാ അപ്ഡേറ്റും ചെയ്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ഒരു കുഴപ്പമില്ല. നല്ല ആ റിഫ്രഷ് റേറ്റിന് തന്നെയാണ് 60 Hz റിഫ്രഷ് റേറ്റിന് തന്നെയാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാറ്ററി ഹെൽത്ത് 77% ആയി. ഇത്രയും വർഷമായിട്ടും ഒരു ഇഷ്യൂ ഇല്ലാതെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്യാവശ്യം നല്ല ഞാനിപ്പോൾ ഇത് ബാറ്ററി പെർസെൻറ്റേജ് കുറവായതുകൊണ്ടാണ് ഇപ്പോൾ X300 വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിൽ മാത്രമേ വീഡിയോ എടുക്കത്തുള്ളൂ. കാരണം ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എക്സ്ട്രാ ഓർഡിനറിയാണ്. അപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് iPhone 17 കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഞാൻ പറയാം. ഈ ഡിസൈൻ വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് OnePlus 15 ആണ്. ഇനി ഡിസ്പ്ലേ വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് iQ15 ആണ്. ഗെയിമിംഗ് വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ എടുക്കുന്ന ഒരു ഫോൺ ഏതെന്ന് വെച്ചാൽ എനിക്കൊരിത്തിരി ക്യാമറയും ഗെയിമിങ്ങും കൂടെ ഒക്കെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ വിവോ X300 ആണ് ചൂസ് ചെയ്യുന്നത്.